അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയും റീച്ചാക്കി എടുക്കാൻ എനിക്ക് പറ്റിയത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രാറ്റജികൾ മാറ്റത്തിലൂടെ എൻ്റെ ചാനലിൽ വന്നേക്കണ വലിയ വ്യത്യാസങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ചർച്ച ചെയ്യാൻ പോണത്. കാരണം ന്യൂ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തെളിവ് തന്നെ ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഷോർട്സിൽ നിന്ന് തന്നെയാണ് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ്, അതായത് 49 സബ്സ്ക്രൈബേഴ്സാണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത്. അതും ഒരു ദിവസം കൊണ്ട് തന്നെ. ഒന്നാമതായിട്ട് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഞാൻ ഓരോ ഷോർട്ട് വീഡിയോസ്, ഒന്നിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 1, 2, 3 ഷോർട്സുകൾ നമ്മൾ അതിൽ കൂടെ കൂടുതലായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോസ് ഇടുക. ആ ലോങ് വീഡിയോസ് നമ്മൾ റീച്ച് ആയാലും റീച്ച് ആയില്ലെങ്കിലും നമ്മൾ ഡെയിലി നമ്മൾ ഷോർട്സും ലോങ് വീഡിയോസും വ്യൂസ് കയറുന്നുണ്ടെങ്കിലും കയറുന്നില്ലെങ്കിലും നിങ്ങൾ ഷോർട്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. മിനിമം ഒരു ദിവസം ഒരു ഷോർട്സ് എങ്കിലും വച്ച് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയെന്ന് വെച്ചാലും ഞാൻ 1, 2, 3 ഷോർട്സൊക്കെ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കുറേ അധികം സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഷോർട്സ് ഷെഡ്യൂൾ ചെയ്യുക. കാരണം നിങ്ങളുടെ വൈറ്റോ സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ടൈമിലാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ റീച്ച് ആണെന്ന്. ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് ആ ടൈമിൽ നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം 8 മണി, 9 മണി, 11:30 ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോസ് കൂടുതലായിട്ടും ഇടുന്നത്. എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിലുള്ളവരെ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇടുന്ന വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടണത്. എൻ്റെ ഒരു ഗ്രാഫിൻ്റെ ഒരു രീതി അനുസരിച്ചായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി മൂന്നാമതായിട്ടുള്ള സ്ട്രാറ്റജി, ആ മൂന്നാമത്തെ സ്ട്രാറ്റജി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ അടിക്കും എന്നുള്ളതാണ്. കാരണം ഈ 2 സ്ട്രാറ്റജികളിലും നേരെ ഓപ്പോസിറ്റുള്ള സ്ട്രാറ്റജിയാണ് മൂന്നാമത്തെ. ഞാൻ പറഞ്ഞത് ഡെയിലി ഒരു 2-3 വീഡിയോസ് ചെയ്യണമെന്നായിരുന്നു. രണ്ടാമത്തെ ടൈം സെറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങളിൽ നിന്നും നേരെ ഓപ്പോസിറ്റുള്ള കാര്യമായിരുന്നു മൂന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് വരാൻ പോണത്. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്, ഈ സമയത്ത് നിങ്ങൾ വീഡിയോ ഇടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഏത് സമയത്താണ് വീഡിയോസ് ഇടാൻ പാടില്ലാത്തത്? ഒരു വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ വ്യൂസ് നല്ലതുപോലെ കയറുന്നുണ്ട്. ഒരു മണിക്കൂറിൽ തന്നെ 1000-1500 വ്യൂസ് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വീഡിയോസ് ഇടാൻ പാടില്ല. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളെ ചെക്ക് ചെയ്യും. കാരണം ഈ വീഡിയോസ് എന്തോരം ആളുകളിലേക്ക് എത്തേണ്ടെന്നും എത്ര കമൻറ്റ് കിട്ടുന്നുണ്ട്, എത്ര സബ്സ്ക്രൈബ് കിട്ടുന്നുണ്ടെന്നുള്ളത് യൂട്യൂബ്. നാലാമതായിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസും സോങ്സും വച്ചിട്ട് ഷോർട്സുകൾ ചെയ്യാനുള്ളതാണ്. ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസും ഷോർട്സൊക്കെ ഇട്ട് വീഡിയോസ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, ഇത് ഒരുപാട് പേരിട്ട് ചെയ്തുകൊണ്ടിരിക്കണ കാര്യമല്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഓൺ ക്രിയേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോസ് ചെയ്തേക്കണ എല്ലാവരിലേക്കും നിങ്ങളുടെ വീഡിയോസും ചെല്ലും. അപ്പോൾ എല്ലാവരും തന്നെ അധികമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തുകയും ചെയ്യും. യൂട്യൂബ് റെക്കമെൻഡേഷനിലൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടുകയും ചെയ്യും. ഇനി 5ാമതായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ചാനലിൽ നല്ലതുപോലെ വ്യത്യാസം വരുത്തിയേക്കണ ഒരു സ്ട്രാറ്റജി തന്നെയാണിത്. ഷോർട്സ് കണ്ടോ നിങ്ങൾ? ഇതിൽ ഞാൻ ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, കമൻറ്റ് ചെയ്യോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ളൊരു ഷോർട്ട് വീഡിയോയാണ്. നമ്മുടെ കുറേ വ്യൂവേഴ്സിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള വ്യൂസിനെയും കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ പറയണം. എന്നാലേ അവരത് ചെയ്യത്തുള്ളൂ. നമ്മുടെ ലോങ് വീഡിയോയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യമാണ്.
ഒരു 1K ഒക്കെ ആവണതിന് എളുപ്പമായിരിക്കും, പക്ഷെ ഒരു 1Kയിൽ നിന്ന് 5K ആവണതിനൊക്കെ കുറച്ച് പാട് തന്നെയാണ്. അപ്പം യൂട്യൂബ് നോക്കുന്നുണ്ടാവും ഈ വീഡിയോസ് ആരൊക്കെ മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടെന്ന്, അതുപോലെ തന്നെ ഫുള്ളായിട്ട് വീഡിയോസ് കാണുന്നുണ്ടോയെന്നും അതുപോലെ തന്നെ ലൈക്ക് കിട്ടുന്നുണ്ടോയെന്നും യൂട്യൂബ് നമ്മുടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് 50K 60K ആ ഒരു രീതിയിലേക്ക് ചാനൽ മാറ്റിയെടുക്കാൻ പറ്റണത്. അപ്പം ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയും റീച്ചാക്കി എടുക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെന്താ